ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സീരീസ് ആൾട്ടർനേറ്റിംഗ് കറണ്ട് സർക്യൂട്ട്സ് ആണ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഇൻഡക്ടർ ഓൺലി, കപ്പാസിറ്റർ ഓൺലി, റെസിസ്റ്റൻസ് ഓൺലി അങ്ങനെ ഓരോ കമ്പോണൻസിലൂടെയുള്ള ആൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ സ്പെഷ്യാലിറ്റിയും ക്യാരക്ടറിസ്റ്റിക്സും നമ്മൾ കണ്ടതാണ്. ഇനി നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ചെയ്യാൻ പോകുന്നത് സീരീസ് കണക്ഷൻസ്. ഓരോ ഇത് തമ്മിൽ നമ്മൾ സീരീസ് ചെയ്യാൻ പോവുകയാണ്. റെസിസ്റ്റൻസിനെ കപ്പാസിറ്റൻസിനെ, റെസിസ്റ്റൻസിനെ ഇൻഡക്ടറിനെ, ഇത് മൂന്നിനെയും കൂടെ. സോ ഫസ്റ്റ് നമ്മൾ നോക്കാം RL സീരീസ് സർക്യൂട്ട്. R&L സീരീസ് സർക്യൂട്ട്. R&L സീരീസ് സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റൻസും ഇൻഡക്ടൻസും സീരീസ് ചെയ്യാം. ഇപ്പോൾ റെസിസ്റ്റൻസ് ഇൻഡക്ടൻസും സീരീസ് ചെയ്ത് കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് ഇൻഡക്ടൻസ് ഈ രണ്ട് കമ്പോണൻറ്റിന് നമ്മൾ ഒരു ആൾട്ടർനേറ്റിംഗ് കറണ്ടിലേക്ക് എന്ത് ചെയ്യണം? സപ്ലൈ ചെയ്യണം. സോഴ്സ് ആൾട്ടർനേറ്റിംഗ് കറണ്ട് കൊടുക്കുകയാണ്. റെസിസ്റ്റൻസ് R, ഇതിൻ്റെ ഇൻഡക്ടൻസ് വാല്യൂ L. ഇപ്പോൾ ഇതൊരു സീരീസ് കണക്ഷനാണ്. സീരീസ് കണക്ഷൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ്, ദെൻ V വോൾട്ടേജ് ഇവിടെയാണ് നമുക്ക് കറണ്ട് പാസ് ചെയ്യുന്ന കറണ്ട്, അതേ കറണ്ട് തന്നെയാണ് രണ്ടിലൂടെയും പാസ് ചെയ്യുക. ഇവിടെ നമുക്കൊരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും, ദാറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് VR. ഇവിടെ നമുക്കൊരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും ആൻഡ് റെപ്രസെൻറ്റഡ് ആസ് VL. സോ ദ വോൾട്ടേജ്, ടോട്ടൽ വോൾട്ടേജ് ഡ്രോപ്പ് ഇസ് ഈക്വൽ ടു VR പ്ലസ് VL. ഇതാണ് നമ്മൾ നോർമലി ഒരു DC സർക്യൂട്ടിൽ സീരീസ് കണക്ഷൻ്റെ പഠിച്ച കാര്യങ്ങൾ. പക്ഷേ ഇവിടെ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റെസിസ്റ്റൻസ് ഓൺലി സർക്യൂട്ടും ഇൻഡക്ടർ ഓൺലി സർക്യൂട്ടും നമ്മൾ കണ്ടതാണ്. റെസിസ്റ്റൻസ് ഓൺലി സർക്യൂട്ടിൽ നമ്മുടെ അപ്ലൈഡ് വോൾട്ടേജിൻ്റെ ഇൻഫേസ് ആയിരുന്നു നമ്മുടെ റെസിസ്റ്റൻസിലൂടെയുള്ള കറണ്ട് എന്ന് പറയുന്നത്. എന്നാൽ ഇൻഡക്ടറിൻ്റെ കേസിൽ അപ്ലൈഡ് വോൾട്ടേജിന് 90 ഡിഗ്രി ലാഗ് ചെയ്തിട്ടായിരുന്നു കറണ്ട് ഉണ്ടായിരുന്നത്. സോ അവിടെ ആ 90 ഡിഗ്രി ലാഗ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിനെ ഡയറക്റ്റ് ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റില്ല, ആൾജിബ്രായിക് സം എടുക്കാൻ പറ്റില്ല. സോ ആ ആൾജിബ്രായിക് സം എടുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമ്മളിവിടെ ഒരു ഫേസർ ഡയഗ്രാം വരച്ചിട്ട് അല്ലെങ്കിൽ വെക്ടർ ഡയഗ്രാം വരച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഇതിൻ്റെ ടോട്ടൽ വോൾട്ടേജ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമ്മൾ ആ വെക്ടർ ഡയഗ്രാം വരയ്ക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ആ വെക്ടർ ഡയഗ്രാം വരയ്ക്കാൻ പോവുകയാണ്. നമ്മൾ റെഫറൻസ് ആയിട്ട് ഞാൻ കറണ്ട് എടുക്കുന്നു. കാരണം ഇത് സീരീസ് സർക്യൂട്ട് ആയതുകൊണ്ട് കറണ്ട് രണ്ടിൻ്റെയും സെയിം ആണ്. സോ എനിക്ക് രണ്ടാളുടെയും കറണ്ട് സെയിം ആയതുകൊണ്ട് തന്നെ കറണ്ട് I, ദാറ്റ്സ് എ റെഫറൻസ് കറണ്ട്, ഒരു റെഫറൻസ് കറണ്ട് ആക്കി എടുത്തു. നമ്മൾ റെഫറൻസ് ആയിട്ട് എടുക്കുന്ന ക്വാണ്ടിറ്റി ഏതാണോ അതാണ് നമ്മൾ ഹൊറിസോണ്ടൽ ആക്സിസ് ആയിട്ട് ഫേസർ ഡയഗ്രത്തിൽ വരയ്ക്കുന്നത്. കറണ്ട് റെഫറൻസ് ആക്കി എടുക്കാനുള്ള കാരണം രണ്ടിലൂടെയും പാസ് ചെയ്യുന്ന കറണ്ട് I തന്നെയാണ്. ദെൻ ഇനി വോൾട്ടേജ് ത്രൂ ദ റെസിസ്റ്റൻസ്, വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ദ റെസിസ്റ്റൻസ് VR റെപ്രസെൻറ്റ് ചെയ്യണം. വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ദ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VR എന്ന് പറയുന്നത് നമ്മൾ റെസിസ്റ്റൻസ് ഓൺലി കൺസെപ്റ്റ് എന്ന് എടുക്കുക. റെസിസ്റ്റൻസ് ഓൺലി ആയിരുന്നെങ്കിൽ അവിടുത്തെ വോൾട്ടേജ് ഡ്രോപ്പ് VR എന്ന് പറയുന്ന വാല്യൂ നമ്മുടെ കറണ്ടിന് ഇൻഫേസ് ആയിരുന്നു, വിച്ച് മീൻസ് VR എന്ന് പറയുന്നത് ഇവിടെയായിരുന്നു വന്നിരുന്നത്. ഇനി ഇൻഡക്ടൻസിൻ്റെ കേസ് വരയ്ക്കണം. ഇൻഡക്ടൻസിൻ്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കറണ്ട് 90 ഡിഗ്രി ലാഗ് ചെയ്തിരുന്നു എന്നാണ് പറഞ്ഞത്. കറണ്ട് 90 ഡിഗ്രി ലാഗ് ചെയ്തത് ഇവിടെ എനിക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ആൻറ്റി ക്ലോക്ക് വൈസിൽ വരണം. സോ ഇവിടെ VL, ദിസ് ഇസ് എ വോൾട്ടേജ് ത്രൂ അക്രോസ് ദ ഇൻഡക്ടർ VL. സോ 90 ഡിഗ്രി ആൻറ്റി ക്ലോക്ക് വൈസിൽ നമ്മൾ VL വരച്ച് കഴിഞ്ഞാൽ അത് ആര് ലീഡ് ചെയ്തു? കറണ്ട് വോൾട്ടേജ് ലീഡ് ചെയ്തു, അല്ലെങ്കിൽ കറണ്ട് ലാഗ് ചെയ്തു. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലാഗിങ് റെപ്രസെൻറ്റ് ചെയ്യുന്ന ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരുന്നു, വോൾട്ടേജിനെ കറണ്ട് ലാഗ് ചെയ്യുന്നു. ദെൻ സംഭവമൊന്നുമില്ല, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ വരച്ച ഫിഗർ ഒന്ന് 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് വരച്ചെന്ന് മാത്രം. ദെൻ ഇനി ഇതിൻ്റെ റിസൾട്ടൻ്റ് വോൾട്ടേജ് എടുക്കണം. ഈ റിസൾട്ടൻ്റ് വോൾട്ടേജ് എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി ഇതിൽ ഒരു ഫേസർ ആയതുകൊണ്ട് തന്നെ, ഫേസർ ഡയഗ്രാം എന്താണെന്ന് ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് 2 or more ഫേസസ്. ദെൻ ഈ ഫേസർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വോൾട്ടേജ് V ഇസ് ഈക്വൽ ടു VR പ്ലസ് VL എന്ന് എഴുതാൻ പറ്റില്ല. നമ്മൾ ഓരോ വോൾട്ടേജ് VR ഇസ് ഈക്വൽ ടു I ഇൻറ്റു R ആയിരുന്നു. അതേപോലെ തന്നെ VL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I ഇൻറ്റു XL ആണ്. XL മീൻസ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് റെസിസ്റ്റൻസ്. ഇൻഡക്റ്റീവ് റിയാക്ടൻസ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിഫൈൻ ചെയ്തതാണ്. സോ ദ ടോട്ടൽ ഓഫ് ദീസ് ടു ഇസ് ദ വെക്ടർ സം ഓഫ് VR ആൻഡ് VL. അപ്പോൾ ഈ ഫേസറിൻ്റെ വെക്ടർ സം എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ VRന് പാരലായിട്ട് ഇവിടെ ഒരു ലൈൻ വരയ്ക്കും, VLന് പാരലായിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ലൈൻ വരയ്ക്കും. സോ അല്ലെങ്കിൽ ഇതിനൊരു സ്ക്വയർ ആക്കുക, അല്ലെങ്കിൽ ഒരു പാരലലോഗ്രാം ആക്കിയിട്ട് നമ്മളിതിനെ കൺവേർട്ട് ചെയ്യും, ഒരു കൺസ്ട്രക്ട് ചെയ്യും. ഇതിനെയാണ് പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ എന്ന് പറയാം. നമുക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ട് അങ്ങോട്ട് പോകുന്നും വേണ്ട. ഇങ്ങനെ രണ്ട് പാരലൽ ലൈൻ വരയ്ക്കുന്നു എന്ന് പറയാം സിംപ്ലി.
ആക്ച്വലി ഇവിടെ നമ്മൾ ചെയ്യുന്നത് സ്ക്വയർ വരയ്ക്കുക അല്ലെങ്കിൽ പാരലോഗ്രാം വരയ്ക്കുക എന്നുള്ളതാണ്. ഇനി ഈ ഒരു പോയിന്റ് ഇവിടെ മീറ്റ് ചെയ്യുന്ന ഈ ഒരു പോയിന്റിനെ നമ്മുടെ ഈ റെഫറൻസ് ഒറിജിനുമായിട്ട് എന്ത് ചെയ്യുക, കണക്ട് ചെയ്യുക. ദിസ് ഇസ് ദ റിസൾട്ടന്റ് വോൾട്ടേജ് വി. നമ്മുടെ റിസൾട്ടന്റ് വോൾട്ടേജ് എന്ന് പറയുന്ന വി എന്ന് പറയുന്ന വെക്ടർ ആയിരിക്കും, അല്ലെങ്കിൽ വി എന്ന് പറയുന്ന ഫേസറാണ് ഇത്. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുത്താൽ കിട്ടുന്നതായിരിക്കും നമ്മുടെ ടോട്ടൽ വോൾട്ടേജിൻ്റെ വാല്യൂ. സോ അപ്പോൾ റിസൾട്ടൻ്റ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കുക, ഇതിൻ്റെ ഡയറക്ഷനാണ് നമ്മൾ വരച്ചത്, ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കണം. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കുക നിങ്ങൾ നോക്കുക, ഇവിടെ ഇതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. ഇതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. ദിസ് ഇസ് 90 ഡിഗ്രി. ഇത് വി ആർ ആണ്. ഇവിടെ നമ്മൾ വരച്ചതിന് പാരലായിട്ട് വരച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വി എൽ ആണ്. അപ്പോൾ വി ആർ വി എൽ വി. റൈറ്റ് ആംഗിൾ തിയറത്തിൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഹൈപ്പോട്ടനസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ. സോ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു വി ആർ സ്ക്വയർ പ്ലസ് വി എൽ സ്ക്വയർ എന്ന് എനിക്ക് എഴുതാൻ പറ്റും. ഇവിടെ നിന്ന് വി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് വി ആർ സ്ക്വയർ, സോറി ആർ സഫിക്സ് വേണം, വി ആർ സ്ക്വയർ പ്ലസ് വി എൽ സ്ക്വയർ. ദിസ് ഇസ് ദ റിസൾട്ടന്റ് വോൾട്ടേജ് ഇൻ ആർ എൽ സീരീസ് സർക്യൂട്ട്. ഇനി വി ആറിൻ്റെ വാല്യൂ നമുക്കറിയാം ഐ ആർ എന്നാണ്. ഞാനത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. വി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഐ ഇൻറ്റു ആർ ഓൾ സ്ക്വയർ പ്ലസ് ഐ ഇൻറ്റു എക്സ് എൽ ഓൾ സ്ക്വയർ. ഇതിൽ ഐ കോമൺ ആണ്. ഐ നമ്മൾ കോമൺ ആയി പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഐ സ്ക്വയർ വരും. ഐ സ്ക്വയറിന് പുറത്തേക്ക് സ്ക്വയർ റൂട്ടിന് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഐ ആണ് നമുക്ക് പുറത്തേക്ക് ഉണ്ടാവുക. സോ ഐ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ സ്ക്വയർ. Then or I can write it as v by I is equal to root of r square plus xl square. ഇനി വി ബൈ ഐ എന്ന് പറയുന്ന വാല്യൂ നോക്കുക. ഈ വി ബൈ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓംസ് ലോ പ്രകാരം റെസിസ്റ്റൻസ് ആണ്. ഓംസ് ലോ പ്രകാരം റെസിസ്റ്റൻസ് ആണ്. ബട്ട് ആക്ച്വലി ഇവിടെ നമുക്കുള്ളത് ഒരു റെസിസ്റ്റൻസും ഒരു ഇൻഡക്റ്റൻസും ആണ്. ദിസ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസ് ഓഫർഡ് ബൈ ദ റെസിസ്റ്റൻസ് ആൻഡ് റെസിസ്റ്റൻസ് ഓഫർഡ് ബൈ ദ ഇൻഡക്റ്റൻസ്. ഇത് രണ്ടിൻ്റെയും ടോട്ടൽ റെസിസ്റ്റൻസ് ആണിത്. ഈ ടോട്ടൽ റെസിസ്റ്റൻസിന്റെ വാല്യൂ ആണ് നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ സ്ക്വയർ എന്ന് പറയുന്നത്. ഈ ടോട്ടൽ റെസിസ്റ്റൻസിനെ പറയുന്ന പേരാണ് ഇംപിഡൻസ്, റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ഇസെഡ്. ദ ടോട്ടൽ റെസിസ്റ്റൻസ് ഓഫർഡ് ബൈ എ സീരീസ് കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസ് ആൻഡ് ഇൻഡക്റ്റൻസ്. സപ്പോസ് നിങ്ങൾ ഏത് കോമ്പിനേഷൻ എടുത്താലും മതി, സീരീസ് കോമ്പിനേഷൻ ഓഫ് ആർ എസ് സിയോ ആർ എൽ സിയോ പാരലൽ കോമ്പിനേഷനോ ഏതായാലും ഒരു എ സി സർക്യൂട്ടിലുള്ള ടോട്ടൽ റെസിസ്റ്റൻസിനെ പറയുന്ന പേരാണ് ഇംപിഡൻസ്. സോ ഇംപിഡൻസ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് XL square. Clear? So this is the value of impedance and this is value of voltage in a RL series circuit. Ready? Then ഇനി നമുക്ക് ഒരു കാര്യം കൂടെ നോക്കണം. ഇതിനകത്ത് പവറിൻ്റെ കാര്യം. പവറിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത് വോൾട്ടേജ്, കറണ്ട്, അതേപോലെ ഫേസർ വരയ്ക്കുക, പവർ കണ്ടുപിടിക്കുക. എത്രയാണ് നമുക്ക് വേണ്ടത്? പവറിൻ്റെ കാര്യം. പവറിൻ്റെ കേസ് എടുക്കുന്നത്. പവറിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഡക്റ്റ് ഓഫ് വോൾട്ടേജ് ആൻഡ് കറണ്ട്. അപ്പോൾ വോൾട്ടേജിൻ്റെയും കറണ്ടിൻ്റെയും കോമ്പിനേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കിട്ടുന്ന പവർ ഒരു പുതിയ പവറാണ്. നോർമൽ ആ പവറിനെ പറയുന്ന പേരാണ് ട്രൂ പവർ. പ്രോഡക്റ്റ് ഓഫ് വോൾട്ടേജ് ആൻഡ് കറണ്ട്. കാരണം നമ്മൾ ഇൻഡക്റ്റൻസ് ഓൺലി സർക്യൂട്ട് നമ്മൾ പറഞ്ഞ സമയത്ത് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, റിയാക്റ്റീവ് പവർ എന്ന് പറയുന്ന ഒരു വാക്ക് അവിടെ പറഞ്ഞിട്ടായിരുന്നു. റിയാക്റ്റീവ് പവർ. ഇൻഡക്റ്റൻസിൻ്റെ കേസിൽ ആവറേജ് പവർ ഇസ് ഈക്വൽ ടു 0 ആയിരുന്നു. ബട്ട് റിയാക്റ്റീവ് പവർ എന്ന് പറയുന്ന ടേമാണ് നമ്മളവിടെ പറഞ്ഞത്. റിയാക്റ്റീവ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഴ്സ് സപ്ലൈ ചെയ്യുന്ന പവർ. അപ്പോൾ നമുക്ക് ഇവിടെ കറണ്ടിൻ്റെ വാല്യൂ ഇൻഡക്റ്റൻസിൻ്റെ കേസിൽ 90 ഡിഗ്രി ലാഗ് ചെയ്യുന്നു. അപ്പോൾ കറണ്ടിൻ്റെ പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി പവർ കിട്ടില്ല. അപ്പോൾ അവിടെയും നമ്മൾ എന്ത് ചെയ്യണം? പവർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു കോമ്പിനേഷൻ എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കൺസിഡറേഷൻ എടുക്കേണ്ടി വരും. സോ ആക്ച്വലി ഹിയർ വെൻ വി മൾട്ടിപ്ലൈങ് വോൾട്ടേജ് ആൻഡ് കറണ്ട് വി ആർ ഗെറ്റിംഗ് ട്രൂ പവർ. നമുക്ക് കിട്ടുന്ന പവറാണ് ട്രൂ പവർ എന്ന് പറയുന്നത്. ബട്ട് നമുക്കൊരു റിയാക്റ്റീവ് പവറിൻ്റെ കമ്പോണൻറ്റും കൂടി ഇതിനകത്തുണ്ട്. അപ്പോൾ ഈ ഒരു ആർ എൽ സീരീസ് സർക്യൂട്ടിനകത്ത് നമുക്ക് 3 പവറാണ് വരുന്നത്. ഒന്ന് ട്രൂ പവറും, രണ്ടാമത്തെ നമ്മൾ മുമ്പ് പറഞ്ഞ റിയാക്റ്റീവ് പവറും, മൂന്നാമത്തതാണ് അപ്പാരന്റ് പവർ. ഇത് രണ്ടിൻ്റെയും കൂടെ സമ്മാണ് അപ്പാരന്റ് പവർ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ സം എന്ന് പറയുന്ന സമയത്ത് സിംപ്ലി ട്രൂ പവർ പ്ലസ് റിയാക്റ്റീവ് പവർ ഇസ് ഈക്വൽ ടു അപ്പാരന്റ് പവർ നമുക്ക് എഴുതാൻ പറ്റില്ല.
കാരണം നമുക്കിവിടെ 90 ഡിഗ്രി ലാഗിങ് ഉണ്ട്. അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം ഫേസ് ഡിഫറൻസ് ഉണ്ട് എന്നുള്ളത്. എവിടെ ഇൻഡക്റ്റൻസ് വന്നോ എവിടെ കപ്പാസിറ്റൻസ് വന്നോ അവിടെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഒന്നും ആഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം മനസ്സിലുണ്ടാവണം. സോ അപ്പാരന്റ് പവർ ഇസ് ഈക്വൽ ടു ട്രൂ പവർ പെർ റിയാക്റ്റീവ് പവർ എന്നാണ് ആക്ച്വലി. ബട്ട് നമ്മളിത് ചെയ്യുന്നത് ഒരു ഫേസർ ഡയഗ്രാം പോലെ ഒരു ട്രയാങ്കിൾ പോലെ വരച്ചിട്ടാണ്. സോ ട്രൂ പവറിൽ നിന്ന് നമ്മൾ വോൾട്ടേജ് ഇൻറ്റു കറണ്ട് നമ്മൾ റെഫറൻസ് ആയിട്ട് വരച്ചു. റിയാക്റ്റീവ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 ഡിഗ്രി ലാഗിങ് പവർ ആണ്. 90 ഡിഗ്രി ലാഗിങ് പവർ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരച്ചു. ദിസ് ഇസ് ട്രൂ പവർ, ദിസ് ഇസ് റിയാക്റ്റീവ് പവർ ആൻഡ് ദ സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ രണ്ടിൻ്റെയും വെക്ടർ സം. സോ വെക്ടർ സം എന്ന് പറയുന്നത് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഡയറക്ഷനിൽ വരും. ദിസ് ഈസ് ദ അപ്പാരന്റ് പവർ. അപ്പാരന്റ് പവർ. അപ്പോൾ ഈ 3 പവറിൻ്റെയും വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യത്യാസം ഇത് 3ൻ്റെയും യൂണിറ്റ് 3 ആണ്. അത് 3 യൂണിറ്റുകൾ പല പലത്തും ചോദിച്ചിട്ടുണ്ട്. ട്രൂ പവറിൻ്റെ യൂണിറ്റ് വാട്ട്സ് ആണ്, നമ്മുടെ സാധാരണ വാട്ട്സ്. റിയാക്റ്റീവ് പവറിൻ്റെ യൂണിറ്റ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതാണ് VAR അല്ലെങ്കിൽ kVAR. ദെൻ ഇവിടെ നമ്മൾ അപ്പാരന്റ് പവറിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V ഇൻറ്റു A. സോ ഇതാണ് നമ്മുടെ RL സീരീസ് സർക്യൂട്ടിൻ്റെ പവറിൻ്റെ കേസ്. ഈ പവറിലെ നമ്മളിപ്പോൾ വരച്ചിരിക്കുന്ന ഈ ട്രയാങ്കിളിനെ പറയുന്ന പേരാണ് പവർ ട്രയാങ്കിൾ. ഈ ട്രയാങ്കിൾ നമ്മൾ പറയുന്ന പേരാണ് പവർ ട്രയാങ്കിൾ. ഈ പവർ ട്രയാങ്കിൾ നിന്നാണ് നമുക്ക് ഒരു ടേം നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് വിച്ച് ഈസ് പവർ ഫാക്ടർ. ഈ ആംഗിൾ ഇത് 90 ഡിഗ്രി ആംഗിളാണ്. ഈ ആംഗിളാണ് നമ്മുടെ ഫൈ. ദാറ്റ് ഈസ് കോസ് ഫൈ. കോസ് ഫൈ ഈസ് ഈക്വൽ ടു പവർ ഫാക്ടർ. ആ പവർ ഫാക്ടർ എന്ന് പറയുന്ന ടേം ഡിഫൈൻ ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. So power factor or represented as cos phi is equal to, power factor is the ratio of true power by ratio between true power and apparent power. True power and apparent power. Apparent power, true power ൻ്റെയും apparent power ൻ്റെയും റേഷ്യോ ആണ് നമ്മൾ പവർ ഫാക്ടർ എന്ന് പറയുന്നത്. അതായത് ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നമ്മൾ കോസ് ഫൈ എടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ട്രൂ ബേസ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ബേസ് ട്രൂ ആണ്, ട്രൂ പവർ ആണ്, ഹൈപ്പോട്ടന്യൂസ് അപ്പറന്റ് പവർ ആണ്. അങ്ങനെയാണ് നമുക്ക് ഈ കോസ് ഫൈ ഈക്വൽ ടു ട്രൂ പവർ ബൈ അപ്പറന്റ് പവർ എന്ന് പറയുന്ന റിലേഷൻ വരുന്നത്. ഇനി ഈ ട്രൂ പവർ ബൈ അപ്പറന്റ് പവർ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ഈക്വൽ ടു വാട്ട്സ് ഡിവൈഡ് ബൈ VA ഓർ W ഇസ് ഈക്വൽ ടു VA കോസ് ഫൈ. സിമിലർലി റിയാക്റ്റീവ് പവറിന് നമുക്കൊരു വാല്യൂ ഇവിടെ ചെയ്യാൻ പറ്റും. ട്രൂ പവറിൻ്റെ വാല്യൂ ആണ് നമ്മളിപ്പോൾ ചെയ്തത്. ട്രൂ പവർ ഇസ് ഈക്വൽ ടു VA കോസ് ഫൈ. നമ്മളൊരു ആക്സിസിനെ നമ്മളൊരു വെക്ടറിനെ ഇങ്ങനെ ഇതൊരു എക്സ് എന്ന വെക്ടർ ആണെങ്കിൽ ഇത് ഈ ആംഗിളുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ഫൈ ആണെങ്കിൽ ഈ കമ്പോണൻറ്റിന് നമ്മൾ കോസ് ഫൈ എന്നും ഇവിടെയുള്ള വെർട്ടിക്കൽ കമ്പോണൻറ്റ് നമ്മൾ സൈൻ ഫൈ എന്നും പറയും. സോ ദിസ് ഇസ് എക്സ് കോസ് ഫൈ ആൻഡ് എക്സ് സൈൻ ഫൈ. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ആളാണ് ഇവിടെ ട്രൂ പവർ. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ആളാണ് റിയാക്റ്റീവ് പവർ. അതുപോലെ നമ്മൾ ഇവിടുന്ന് റിയാക്റ്റീവ് പവറിന് ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ VAR is equal to VA sin phi. So in a AC circuit, the active power, the value of active power is equal to VA cos phi and the value of reactive power is equal to VA sin phi and the cos phi is equal to W by VA അല്ലെങ്കിൽ true power by apparent power. നമ്മൾ അതേപോലെ കോസ് ഫൈക്ക് പവർ ഫാക്ടർ നമ്മൾ മുമ്പ് ഒരിക്കലും ഒരു ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോസ് ഫൈ ഈസ് ഈക്വൽ ടു R by Z എന്ന്. കോസ് ഫൈ ഈസ് ഈക്വൽ ടു R by Z എന്ന് പറയുന്ന ഒരു റിലേഷൻ കൂടെ നമ്മൾ മുമ്പ് പവർ ഫാക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ ചെയ്യുന്നത് ഇവിടെ നിന്ന് തന്നെയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഇംപിഡൻസ് ട്രയാങ്കിളിൽ നിന്ന് ഇവിടെ നിന്ന് വരയ്ക്കുന്ന ഈ ട്രയാങ്കിൾ ഇത് ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റും. ആ ട്രയാങ്കിളിനാണ് നമ്മൾ ഇംപിഡൻസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഇത് നമ്മളുടെ റെസിസ്റ്റൻസ് R, ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ XL, മീൻസ് ഇൻഡക്റ്റീവ് റിയാക്ടൻസിൻ്റെ വാല്യൂ XL. ഇത് രണ്ടിൻ്റെയും വെക്ടർ സമമായിരുന്നു നമ്മൾ ഇംപിഡൻസ് എന്ന് പറയുന്നത് Z എന്ന് പറയുന്ന വാല്യൂ. അപ്പോൾ ഈ സെഡിനെയാണ് നമ്മൾ എന്തിങ്ങനെ എഴുതുന്നത്, Z is equal to √R² + XL² എന്ന് പറഞ്ഞിട്ട് എഴുതുന്നത്. സോ ഇവിടുന്ന് നമ്മൾ ഈ ആംഗിൾ എടുത്തു കഴിഞ്ഞാൽ ഈ ആംഗിൾ നമ്മുടെ ഫൈ തന്നെയാണ്. ഇവിടെ നമ്മൾ ഫൈ എടുത്തു കഴിഞ്ഞാൽ കോസ് ഫൈ is equal to ബേസ് ദാറ്റ് ഈസ് R ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ദാറ്റ് ഈസ് Z. കോസ് ഫൈ is equal to R by Z. ഈ അങ്ങനെ ഒരു എക്സ്പ്രഷനും കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പവർ ഫാക്ടറിൻ്റെ കേസിൽ പറയാൻ പറ്റും. സോ ഇത്രയാണ് നമുക്ക് RL സർക്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ട പറയുന്ന കാര്യങ്ങൾ. ഞാനിവിടെ 2 ട്രയാങ്കിൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് പവർ ട്രയാങ്കിളും രണ്ടാമത് പറഞ്ഞ ട്രയാങ്കിൾ ഇംപിഡൻസ് ട്രയാങ്കിളും. അപ്പോൾ ഈ 2 ട്രയാങ്കിളും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ആ ട്രയാങ്കിൾ എന്ന് വരച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്ന എക്സ്പ്രഷൻ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. സോ ഈ എക്സ്പ്രഷനും കാര്യങ്ങളൊന്നും നിങ്ങൾ പഠിച്ചു വെക്കണമെന്ന് ഞാൻ ഒരു നിർബന്ധവും പറയില്ല. ജസ്റ്റ് ആ ട്രയാങ്കിൾ മാത്രം വരച്ച് വെക്കുക. ആ ട്രയാങ്കിളും ആ ഫേസ് ഡയഗ്രം മാത്രം അറിയാം. ഏത് നിങ്ങൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ ഏത് ലെവൽ, മീൻസ് നമുക്ക് ഒരു ഇലക്ട്രീഷ്യൻ ലെവലിൽ നിന്ന് വേണ്ട, ഫോർ ഇതിനകത്ത് നമുക്ക് ഡിപ്ലോമ BTech സ്റ്റുഡൻസ് ഉണ്ട്. നിങ്ങൾ KCB സബ് എഞ്ചിനീയർ എഴുതാൻ പോകുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ KCB അസിസ്റ്റന്റ് എഞ്ചിനീയർ എഴുതാൻ പോകുന്ന ആളുണ്ട്, അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എഴുതാൻ പോകുന്ന ആളുകളുണ്ട്.
അപ്പോൾ അതിലൊക്കെ മെച്ചം എന്താണെന്ന് അതിനൊക്കെ പ്രധാനമായിട്ട് നിങ്ങൾ കാര്യമായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഏരിയ എന്ന് പറയുന്നത് ഒന്ന് ഫേസർ ഡയഗ്രത്തിലാണ്. You can express any machines, you can represent any machine, you can represent a measurement instrument. എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഫേസർ ഡയഗ്രത്തിൻ്റെ ബേസിൽ റെപ്രസെൻറ്റ് ചെയ്യാം. ആ ഫേസർ ഡയഗ്രത്തിൽ നിങ്ങൾക്ക് മൊത്തം മാത്തമെറ്റിക്കൽ എക്സ്പ്രഷൻസും മൊത്തം വർക്കിങ്ങും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. സോ ലീവ് ഇറ്റ്, നമുക്കിപ്പോൾ ആവശ്യമുള്ള സാധനമാണ്. ദെൻ പവർ ഫാക്ടർ അല്ലെങ്കിൽ ഇംപിഡൻസ് ട്രയാങ്കിൾ, അതേപോലെ തന്നെ പവർ ട്രയാങ്കിൾ വരയ്ക്കാൻ അറിയാം. ഈ പവർ ട്രയാങ്കിളും ഇംപിഡൻസ് ട്രയാങ്കിളും അറിയാമെങ്കിൽ ഈ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് ഒറ്റ ഫിഗറിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. ദെൻ നെക്സ്റ്റ് വൺ RC സീരീസ് സർക്യൂട്ട്. നമ്മൾ റെസിസ്റ്റൻസിൻ്റെയും കപ്പാസിറ്റൻസിൻ്റെയും സീരീസ് കണക്ഷൻ നോക്കുകയാണ്, RC സീരീസ് സർക്യൂട്ട്. അപ്പോൾ RC സീരീസ് സർക്യൂട്ട് ഞാൻ കുറച്ച് ടൈം എടുത്ത് നല്ല രീതിയിലാണ് ഞാൻ പറഞ്ഞത്, പക്ഷേ അടിപൊളിയായിട്ട് കുറേ ടൈം എടുത്തിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഇനി അങ്ങോട്ട് നമ്മൾ RC സീരീസ് പറയുന്ന സമയത്ത് ഡയറക്റ്റ് ആൻഡ് ഇംപിഡൻസ് ട്രയാങ്കിളും അതിൻ്റെ ഫേസർ ഡയഗ്രാം പവർ ട്രയാങ്കിളും വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. എങ്ങനെയാണെന്ന് നോക്കാം. RC സീരീസ് സർക്യൂട്ടിൽ RC എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസും കപ്പാസിറ്റൻസും. അപ്പോൾ ഇങ്ങനെ സീരീസ് സർക്യൂട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരേണ്ടത് ഇത് സെപ്പറേറ്റ് ആയിട്ടുള്ള സർക്യൂട്ട്, അത് കൃത്യമായിട്ട് നമ്മുടെ മനസ്സിലുണ്ടാവണം. അപ്പോൾ ഞാൻ വോൾട്ടേജ് അപ്ലൈ ചെയ്തു, കറണ്ട് പാസ് ചെയ്യുന്നു, ഇവരുടെ ഡ്രോപ്പ് എന്ന് പറയുന്നത് VR ആണ്, ഇവിടുത്തെ ഡ്രോപ്പ് എന്ന് പറയുന്നത് VC ആണ്. സോ VR I can write it as current into resistance value IR. VC I can write it as current into resistance offered by the capacitance, that is കപ്പാസിറ്റീവ് റിയാക്ടൻസ് റെപ്രസെൻറ്റ് ചെയ്യുന്ന ലെറ്റർ XC. XCയുടെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2πfc ആണ്. അതേപോലെ XL ഇൻഡക്റ്റീവ് റിയാക്ടൻസിൻ്റെ വാല്യൂ 2πfl ആണ്. ഈ രണ്ട് വാല്യൂ ഞാൻ വീണ്ടും റിമൈൻഡ് ചെയ്യും. സോ VR is equal to I into R ആണ്. VC എന്ന് പറഞ്ഞാൽ I into XC ആണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഈ ടോട്ടൽ വോൾട്ടേജ് ആണ് ഒന്നാമത് കണ്ടുപിടിക്കേണ്ടത്. രണ്ടാമത് കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ ഇംപിഡൻസ് ആണ്. ഇംപിഡൻസ് മീൻസ് ദ ടോട്ടൽ റെസിസ്റ്റൻസ് ഓഫർഡ് ബൈ ദ ടോട്ടൽ സർക്യൂട്ട്, ദ ഹോൾ സർക്യൂട്ട്. ദെൻ മൂന്നാമതായിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫേസർ ഡയഗ്രാം വരയ്ക്കുക എന്നുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ ഫേസർ ഡയഗ്രാം വരച്ച് കഴിഞ്ഞാൽ ഇത് അങ്ങോട്ട് ഇങ്ങോട്ട് വരും. മൂന്നാമത്തത് ഈ പവറിൻ്റെ ഡയഗ്രാം. സോ നമ്മൾ കപ്പാസിറ്റൻസ് കേസ് എടുക്കുക, RC സർക്യൂട്ട് എടുക്കുകയാണ്. ഇത് സീരീസ് കണക്ഷൻ ആണ്. നമുക്ക് രണ്ടിൻ്റെയും കോമൺ ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത് കറണ്ട് ആണ്. സോ ആ കറണ്ട് കോമൺ ആയതുകൊണ്ട് തന്നെ റെഫറൻസ് ആയിട്ട് നമുക്ക് ആരെടുക്കാം, കറണ്ടിന് എടുക്കാം. ദെൻ ഫസ്റ്റ് റെസിസ്റ്റൻസ് നമ്മൾ ഇൻഫേസ് വിത്ത് കറണ്ട് ആയിരുന്നു. സോ റെസിസ്റ്റൻസ് ഇൻഫേസ് വിത്ത് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കറണ്ട് ഇൻഫേസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിലാണ് നമുക്ക് വരയ്ക്കാം. രണ്ടാമത്തത് VC കപ്പാസിറ്റൻസ് ആണ്. കപ്പാസിറ്റൻസിൻ്റെ കേസിൽ കറണ്ട് ലീഡ് ബൈ വോൾട്ടേജ് 90 ഡിഗ്രി ആണ്. കറണ്ട് ലീഡ് ചെയ്യണം. അപ്പോൾ കറണ്ട് ലീഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജ് ലാഗ് ചെയ്യണം. വോൾട്ടേജ് ലാഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യണം, ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വെക്കണം. ദിസ് ഇസ് VC. സോ ദിസ് ഇസ് എ ഫേസർ ഡയഗ്രാം ഫോർ RC സീരീസ് സർക്യൂട്ട്. ഇനി ഇതിനെന്ത് ചെയ്യണം, നമ്മൾ ടോട്ടൽ വോൾട്ടേജ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പാരലോഗ്രാം ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ ടോട്ടൽ വോൾട്ടേജ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും, ദാറ്റ് ഇസ് V. സോ ദിസ് V is equal to നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമ്മളുടെ ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് VR-ഉം ഇത് VC-യും അതേപോലെ തന്നെ ഇത് V ആണ്. സോ V is equal to √VR² plus VC². ഞാനിനി ട്രയാങ്കുലറിലോ മറ്റേ ഹൈപ്പോട്ടന്യൂസ് തിയറം വെച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് വിചാരിക്കുന്നു. ഡയറക്റ്റ് ആയിട്ട് ഞാൻ എക്സ്പ്രഷൻ എഴുതി V is equal to √VR² plus VC². ഇനി ഇതിനകത്ത് നമ്മൾ ഇമ്പിഡൻസ്, ഇവിടെ നിന്ന് ഇമ്പിഡൻസ് നോക്കുക. V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I into ലീഡ്, V is equal to √I into R² plus I into XC whole square. I കോമൺ ആയിട്ട് പുറത്തെടുത്ത് കഴിഞ്ഞാൽ √R² plus XC². Or V by I can write it as V by I. This is the impedance value. Z is equal to √R² plus XC². This is the impedance triangle. അപ്പോൾ നമ്മൾ ഇംപിഡൻസ് ട്രയാങ്കിൾ നമ്മൾ വരയ്ക്കുകയാണ്. ഇംപിഡൻസ് ട്രയാങ്കിൾ വരയ്ക്കുമ്പോൾ നമ്മളുടെ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ പറഞ്ഞു, അതേപോലെ തന്നെ കപ്പാസിറ്റീവ് റിയാക്ടൻസിൻ്റെ വാല്യൂ പറഞ്ഞു. ദെൻ ദിസ് ഈസ് ഇംപിഡൻസ് EZ. So Z is equal to I can write it as √R² plus XC². The next one is equal to power triangle. നമുക്ക് പവർ ട്രയാങ്കിൾ ആദ്യത്തെ വേണ്ടത് ട്രൂ പവർ ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ റിയാക്റ്റീവ് പവർ ഉണ്ടായിരുന്നു. ട്രൂ പവർ, റിയാക്റ്റീവ് പവർ, ദെൻ ഇതിൻ്റെ രണ്ടിൻ്റെയും വെക്ടർ സമായ അപ്പാരൻറ്റ് പവർ. ദർ ഇസ് നോ ചേഞ്ച് ഇൻ ദിസ് സർക്യൂട്ട്. വേറെ ഒരു അഡീഷണൽ ചേഞ്ചും നമ്മൾ ഈ സർക്യൂട്ടിന് ചെയ്യാനില്ല. വേറെ ഒരു സാധനം ഇതിനകത്ത് പറയാനില്ല. ഒരൊറ്റ കാര്യം വെച്ച്, എക്സെപ്റ്റ് ഒരൊറ്റ കാര്യം വെച്ച്, ദാറ്റ് ഈസ് ടൈം കോൺസ്റ്റൻറ്റ്. ഇവിടെ നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു, അഡീഷണൽ ആയിട്ടൊരു കാര്യം പറയുന്നു, ടൈം കോൺസ്റ്റൻറ്റ്.
ടൈം കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡക്ടറിന്റെ കേസിൽ ടൈം കോൺസ്റ്റന്റ് നമ്മൾ മുമ്പ് ഡിഫൈൻ ചെയ്തതാണ്. അതേപോലെ കപ്പാസിറ്ററിന്റെ കേസിൽ ടൈം കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കപ്പാസിറ്റൻസ് കംപ്ലീറ്റ്ലി ഡിസ്ചാർജ് കണ്ടീഷനിൽ നിന്ന് നമ്മൾ ചാർജ് ചെയ്യണം. കംപ്ലീറ്റ്ലി ഡിസ്ചാർജ് കണ്ടീഷനിൽ നിന്ന് ഒരു കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നു. അപ്പോൾ ചാർജ് ചെയ്യുന്ന സമയത്ത് അതിനൊരു വോൾട്ടേജ് ഉണ്ടാവും. അതിന് നമ്മൾ ചാർജ് ചെയ്യുന്ന മാക്സിമം വോൾട്ടേജ് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സോഴ്സ് വോൾട്ടേജിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈക്വൽ ആവുന്ന സമയത്താണ് കപ്പാസിറ്റർ ഫുള്ളി ചാർജ് എന്ന് നമ്മൾ പറയാം. അപ്പോൾ സോഴ്സ് വോൾട്ടേജിന്റെ അല്ലെങ്കിൽ കപ്പാസിറ്ററിന്റെ ടോട്ടൽ ഫുൾ പെർസെന്റ് വോൾട്ടേജിന്റെ 63% അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈമിനെ പറയുന്ന പേരാണ് ടൈം കോൺസ്റ്റന്റ്. നമ്മൾ കൊടുക്കുന്ന സോഴ്സ് വോൾട്ടേജിന്റെ 63% ചാർജ് ആവാനുള്ള ടൈമിനെയാണ് നമ്മൾ ടൈം കോൺസ്റ്റന്റ് ഓഫ് എ കപ്പാസിറ്റർ എന്ന് പറയുന്നത്. ടൈം കോൺസ്റ്റന്റ് റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ടോ ആണ്. ടോ ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു സി, റെസിസ്റ്റൻസ് വാല്യൂ ഇൻറ്റു കപ്പാസിറ്റൻസ് വാല്യൂ. ഈ വാല്യൂ ഓർത്തിരിക്കണം. ഇതൊരു തവണ PSC ചോദിച്ചതാണ്, ഇതൊരു തവണ ന്യൂമറിക്കലായിട്ടും ചോദിച്ചതാണ്, ഡയറക്റ്റ് ആയിട്ടും ചോദിച്ചതാണ്, ഡെഫിനിഷൻ ആയിട്ടും ചോദിച്ചതാണ്. വാട്ട് ഈസ് മീൻ ബൈ ടൈം കോൺസ്റ്റന്റ് ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഇസ് ദ എക്സ്പ്രഷൻ ഫോർ ടൈം കോൺസ്റ്റന്റ് ഇൻ RC സീരീസ് സർക്യൂട്ട് ചോദിച്ചിട്ടുണ്ട്. ഫൈൻഡ് ഔട്ട് ദ ടൈം കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ട് R ഇൻറ്റു സി വാല്യൂ കണ്ടുപിടിക്കാനും മുമ്പ് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. സോ 63% ചാർജ് അച്ചീവ് ചെയ്യാനുള്ള ടൈമിനെ പറയുന്ന പേരാണ് ടൈം കോൺസ്റ്റന്റ്. അത്രയും ടൈമിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് ടൈം കോൺസ്റ്റന്റ് എന്ന് പറയുന്ന ടേമിലാണ്. ദ നെക്സ്റ്റ് വൺ RLC സീരീസ് സർക്യൂട്ട്. മൂന്നാമത്തത് നമ്മൾ ഇതിനെ മൂന്നിനെയും കൂടെ സീരീസ് ആക്കാൻ പോവാണ്. ആർ എൽ ആൻഡ് സി സീരീസ് സർക്യൂട്ട്. റെസിസ്റ്റൻസ് ഇൻഡക്റ്റൻസ് കപ്പാസിറ്റൻസ്, ഇത് മൂന്നും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? സീരീസ് ആക്കാൻ പോവാണ്. ഇത് മൂന്നും കൂടെ സീരീസ് ആക്കുന്ന സമയത്ത് ഇവിടെ അപ്ലൈഡ് വോൾട്ടേജ് V, പാസ് ചെയ്യുന്ന കറണ്ട് I, ഇവിടെയുള്ള വോൾട്ടേജ് ഡ്രോപ്പ് VR, ഇവിടെയുള്ള വോൾട്ടേജ് ഡ്രോപ്പ് VL, ഇവിടെയുള്ള വോൾട്ടേജ് ഡ്രോപ്പ് VC. സോ അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യാം? ഓരോന്നിൻ്റെയും വോൾട്ടേജ് ഡ്രോപ്പ് നമുക്കറിയാം. VR is equal to I into R, VL is equal to I into XL, VC is equal to I into XC. ഇത് മൂന്നാണ് നമ്മളുടെ വോൾട്ടേജ് ഡ്രോപ്പുകൾ എന്ന് പറയുന്നത്. ഇനി എന്ത് ചെയ്യണം? ടോട്ടൽ വോൾട്ടേജ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഫേസർ വരയ്ക്കണം. സിൻസ് ഇറ്റ്സ് എ സീരീസ് കണക്ഷൻ, നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് അല്ലെങ്കിൽ റെഫറൻസ് ആയിട്ട് വെക്കുന്ന ആൾ കറണ്ടാണ്. കറണ്ട് വെച്ചു. റെസിസ്റ്റൻസിന്റെ കേസിൽ കറണ്ട് വോൾട്ടേജ് ലീഡ്സ് വിത്ത് കറണ്ട്. കപ്പാസിറ്റൻസിന്റെ ഇൻഡക്ടറിന്റെ കേസിൽ വോൾട്ടേജ് കറണ്ട് ലാഗ് ചെയ്യും അല്ലെങ്കിൽ വോൾട്ടേജ് ലീഡ് ചെയ്യും. സോ VL. കപ്പാസിറ്റൻസിന്റെ കേസിൽ കറണ്ട് ലീഡ് ചെയ്യണം. സോ VC. ഈ രീതിയിലാണ് വരിക. അപ്പോൾ നമ്മൾ എപ്പോൾ നോക്കിയാലും ഇൻഡക്റ്റീവ് റിയാക്ടൻസിന്റെ വാല്യൂ കപ്പാസിറ്റീവ് റിയാക്ടൻസിന്റെ വാല്യൂവിനേക്കാളും കൂടുതലായിരിക്കും. അതിനർത്ഥം ഇവിടെയുള്ള ഈ വോൾട്ടേജ് VL എന്ന് പറയുന്ന I into XC കൂടുതലായിരിക്കും. XL ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ XC. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഈ ഇത്രയും ഫേസറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒറ്റയടിക്ക് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഏതെങ്കിലും രണ്ട് ഫേസറിനെ ഒരുമിച്ച് ആദ്യം ചെയ്തിട്ട് മൂന്നാമത്തെ ഫേസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു റിലേഷൻ എടുക്കുന്നത്. XL ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ XC. ഇനി നോക്കുക, VL-ഉം VC-യും 180 ഡിഗ്രിയിൽ നിൽക്കുന്ന ആളാണ്. ഡയറക്റ്റ് ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് വെക്ടേഴ്സ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ വെക്ടറിൽ നിന്നും ചെറിയ വെക്ടർ മൈനസ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ഗ്രേറ്റർ ആയിട്ടുള്ള ആളാണ് VL. VL-ൽ നിന്നും VC എന്ത് ചെയ്യാം? മൈനസ് ചെയ്യാം. അപ്പോൾ VL നിന്ന് VC മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം VL മൈനസ് VC. റെഡി? അപ്പോൾ ഇപ്പോൾ നമുക്ക് രണ്ട് വെക്ടറുള്ളത്. ഒരു വെക്ടർ എന്ന് പറയുന്നത് VR എന്ന് പറയുന്ന ഈ ഒരു വെക്ടറും, അതേപോലെ തന്നെ ഇപ്പം നമുക്ക് രണ്ടാമതുള്ള വെക്ടർ VL മൈനസ് VC എന്ന് പറയുന്ന ഈ ഒരു വെക്ടർ. ഈ രണ്ടിനും കൂടെ വെക്ടറിസം എടുത്തു കഴിഞ്ഞാൽ ഈ രണ്ടിനെയും നമ്മൾ പാരലോഗ്രാമായിട്ട് കണക്ട് ചെയ്യുക. പാരലോഗ്രാമായിട്ട് നമ്മൾ കണക്ട് ചെയ്തു. ദെൻ ടോട്ടൽ റിസൾട്ടൻ്റ് വോൾട്ടേജ് ഈ ഒരു വോൾട്ടേജ് V. സോ ഈ V ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് VR സ്ക്വയർ പ്ലസ് രണ്ടാമത്തെ വെക്ടർ ആരായിരുന്നു? VL മൈനസ് VC ഹോൾ സ്ക്വയർ. സോ ദിസ് ഇസ് ദ ടോട്ടൽ വോൾട്ടേജ് ഫോർ എ RLC സീരീസ് സർക്യൂട്ട്. ഇതിനകത്ത് നിന്ന് ഇമ്പിഡൻസിന്റെ വാല്യൂവിന് ഡയറക്റ്റ് വാല്യൂ അപ്ലൈ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും എഴുതാൻ നിൽക്കുന്നില്ല. ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? R സ്ക്വയർ പ്ലസ് XL മൈനസ് XC ദ ഹോൾ സ്ക്വയർ. സോ ദിസ് ഇസ് ദ വാല്യൂ ഫോർ ഇമ്പിഡൻസ്. ഇത്രയാണ് RLC സീരീസ് സർക്യൂട്ടിൽ പറയാനുള്ളത്. ഇനി RLC സീരീസ് സർക്യൂട്ടിൽ ഇതിന് പുറമെ PSCക്ക് ഇഷ്ടപ്പെട്ട ഒരു ടോപ്പിക്കാണ് റെസൊണൻസ് ഫ്രീക്വൻസി. ഇതാണ് PSCക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. കാരണം RLC സർക്യൂട്ടിന്റെ ഏറ്റവും ആപ്ലിക്കേഷൻ വരുന്ന ഒരു ഏരിയ ആണ് റെസൊണൻസ് എന്ന് പറഞ്ഞാൽ. ഈ റെസൊണൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത് TV, റേഡിയോയിലൊക്കെ ട്യൂണിംഗ് സർക്യൂട്ടിൽ യൂസ് ചെയ്യുന്ന സർക്യൂട്ടാണ് റെസൊണൻസ് സർക്യൂട്ട്. അപ്പോൾ എന്താണ് റെസൊണൻസ് സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ കപ്പാസിറ്റീവ് റെസിസ്റ്റൻസിന്റെ വാല്യൂയും ഇൻഡക്റ്റീവ് റെസിസ്റ്റൻസിന്റെ വാല്യൂയും ഈക്വൽ ആണ്. കപ്പാസിറ്റീവ് റെസിസ്റ്റൻസിന്റെ വാല്യൂ
ഇൻഡക്റ്റീവ് റെസിസ്റ്റൻസിന്റെ വാല്യൂ എന്ത് ചെയ്യുക? ഈക്വൽ ആവുക. അപ്പോൾ ഈക്വൽ ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ രണ്ടിന്റെയും വാല്യൂ ഈക്വൽ ആയാൽ വി എൽ മൈനസ് വി സി എന്ന് പറയുന്ന വാല്യൂ എന്ത് വരും? 0 ആവും. കപ്പാസിറ്റീവ് റെസിസ്റ്റൻസിന്റെ വാല്യൂ കപ്പാസിറ്റീവ് റെസിസ്റ്റൻസിന്റെ വാല്യൂ ഇൻഡക്റ്റീവ് റെസിസ്റ്റൻസിന്റെ വാല്യൂ ഈക്വൽ ആയി കഴിഞ്ഞാൽ അത് രണ്ടും എന്ത് ചെയ്യും? ക്യാൻസൽ ആയി പോകും. ഇപ്പോൾ നമുക്ക് ഈ സർക്യൂട്ടിൽ മൊത്തം ആര് മാത്രമേ ഉള്ളൂ? റെസിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ ഈ സർക്യൂട്ടിനകത്ത്. ഈ സർക്യൂട്ടിനകത്ത് ഈ രണ്ട് പാർട്ടിന്റെ ഫംഗ്ഷൻ അങ്ങ് നമ്മളോ അല്ലെങ്കിൽ അവിടെയുള്ള വോൾട്ടേജ് ഡ്രോപ്പ് ഇല്ല. ഇപ്പോൾ നമുക്ക് ആര് മാത്രമേ ഉള്ളൂ? റെസിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെയുള്ള ഈ കറണ്ടിനെ ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആര് മാത്രമേ വരുന്നുള്ളൂ? ഈ റെസിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. ഈ സർക്യൂട്ടിനെ പറയുന്ന പേരാണ് റെസൊണൻസ് സർക്യൂട്ട്. ഒരു ആർ എൽ സി സീരീസ് സർക്യൂട്ടിനകത്ത് എക്സ് എൽ ഈക്വൽ ടു എക്സ് സി എന്ന് പറയുന്ന കണ്ടീഷനിലുള്ള സർക്യൂട്ടിനെ പറയുന്ന പേരാണ് റെസൊണൻസ് സർക്യൂട്ട്. എക്സ് എൽ ഈക്വൽ ടു എക്സ് സി, ഈ രണ്ട് റെസിസ്റ്റൻസിന്റെ വാല്യൂ ഈക്വൽ ആവുന്ന പൊസിഷനെ പറയുന്ന അല്ലെങ്കിൽ ആ സമയത്തുള്ള സർക്യൂട്ടിന്റെ സ്റ്റേറ്റിനെ പറയുന്ന പേരാണ് റെസൊണൻസ് സർക്യൂട്ട്. അപ്പോൾ ഈ എക്സ് എൽ ഈക്വൽ ടു എക്സ് സി എന്ന് പറയുന്ന സാധനം എപ്പോഴാണ് ഈക്വൽ ആവുക എന്നുള്ളത്, അത് എക്സ് എൽ ഈക്വൽ ടു എക്സ് സി ആവണമെന്നുണ്ടെങ്കിൽ ഈക്വൽ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ് എല്ലിൻ്റെയും എക്സ് സിയുടെയും റിലേഷൻ എടുക്കണം. എക്സ് എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2πfl, എക്സ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2πfc. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഈ എല്ലിൻ്റെ വാല്യൂ നമ്മൾ സർക്യൂട്ട് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് എല്ലിൻ്റെ വാല്യൂ കോൺസ്റ്റന്റ് ആണ്, നമുക്കത് വേരി ചെയ്യാൻ പറ്റില്ല. ദെൻ കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ സിയുടെ വാല്യൂ ദിസ് ഈസ് അഗൈൻ കോൺസ്റ്റന്റ്. ഇത് നമുക്ക് എന്ത് ചെയ്യണം? കോൺസ്റ്റന്റ് തന്നെയാണ്, അതും എന്ത് ചെയ്യാൻ പറ്റില്ല? മാറാൻ പറ്റില്ല. വിച്ച് മീൻ ദ വേരിയിങ് ഫാക്ടർ ഈസ് ഓൺലി 2π എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്, ഈ 2π കോൺസ്റ്റന്റ് ആണ്. വേരിയിങ് ഫാക്ടർ ഈസ് ഓൺലി ഫ്രീക്വൻസി. സോ ഇത് അച്ചീവ് ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിലാണെന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മുടെ സോഴ്സിന്റെ ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിലായിരിക്കും നമ്മൾ ഈ റെസൊണൻസ് അച്ചീവ് ചെയ്യുന്നത്. ആ ഫ്രീക്വൻസിയെ പറയുന്ന പേരാണ് റെസൊണൻസ് ഫ്രീക്വൻസി. ആ ഫ്രീക്വൻസിയെ പറയുന്ന പേരാണ് റെസൊണൻസ് ഫ്രീക്വൻസി. സോ ദ റെസൊണൻസ് ഫ്രീക്വൻസി ഈസ് ദ ഫ്രീക്വൻസി when a resonance circuit is going to achieve. XL equal to XC ആവുന്ന ഫ്രീക്വൻസിയെ പറയുന്ന പേരാണ് റെസൊണൻസ് ഫ്രീക്വൻസി. അത് എപ്പോഴാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നിങ്ങൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ F is equal to റെസൊണൻസ് ഫ്രീക്വൻസി is equal to 1/2π root of LC എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷൻ വരും. ഈ എക്സ്പ്രഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റെസൊണൻസ് ഫ്രീക്വൻസി വാല്യൂ എന്ന് പറയുന്നത്. ഇത് ഒരിക്കൽ PSC ചോദിച്ചിട്ടുണ്ട്. ഒരിക്കൽ നല്ല പല തവണ ഈ റെസൊണൻസ് എന്താണ്, റെസൊണൻസ് സർക്യൂട്ടിന്റെ ആപ്ലിക്കേഷൻ എന്താണ്, റെസൊണൻസ് ഫ്രീക്വൻസിയുടെ വാല്യൂ എത്രയാണ്. സോ റെസൊണൻസ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് എൽ ഈക്വൽ ടു എക്സ് സി അച്ചീവ് ചെയ്യുന്ന ഫ്രീക്വൻസി അല്ല റെസൊണൻസ് സർക്യൂട്ട് ആവുന്ന ഫ്രീക്വൻസിയെ നമ്മൾ റെസൊണൻസ് ഫ്രീക്വൻസി എന്ന് പറയും. റെസൊണൻസ് ഫ്രീക്വൻസി F is equal to 1/2π root LC. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് സീരീസ് AC സർക്യൂട്ട്സ്. നമ്മൾ ഈ ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്ന ഈ ഒരു ഭാഗം കുറച്ച് മാത്തമെറ്റിക്കലാണ്. ബാക്കിയുള്ള പറഞ്ഞ പോലെയല്ല, നമുക്ക് തിയറിറ്റിക്കലായിട്ട് പറയുന്ന സാധനങ്ങളല്ല. ഇത് കുറച്ച് മാത്തമെറ്റിക്കൽ ഏരിയ ആണ്. നമുക്കൊരു പ്രോബ്ലം എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ഷനും കൂടിയാണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. പ്രോബ്ലംസ് അല്ലെങ്കിൽ ഡയറക്റ്റ് ഇക്വേഷൻസും ചോദിക്കാൻ പറ്റുന്ന ഏരിയ ആണിത്. സോ അതിൻ്റെ ആ ഒരു ലെവലിൽ നിങ്ങൾ ഇത്രയും സാധനം ഫേസർ വരയ്ക്കാൻ അറിയാം, പവർ ട്രയാങ്കിൾ വരയ്ക്കാൻ അറിയാം, ഇംപെഡൻസ് ട്രയാങ്കിൾ വരയ്ക്കാൻ അറിയാം. ദാറ്റ്സ് ഓൾ ഇനഫ്. ദെൻ ടൈം കോൺസ്റ്റന്റ് എന്താണെന്നും റെസൊണൻസ് ഫ്രീക്വൻസി എന്താണെന്നും ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഏരിയയിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ട കാര്യം. So that's all about for today. Thank you. We'll see you on tomorrow.